നമ്മുടെ കൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. മുഅ്മിനീങ്ങളെ, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിലുള്ള ചില വിഷയങ്ങളിൽ അല്ലാഹു ഡയറക്റ്റ് ഇടപെടുന്നത് കാണാൻ പറ്റും. ചില വിഷയങ്ങളിൽ റബ്ബേ കുടുങ്ങിപ്പോയിട്ട് പടച്ചവൻ വരാനെ പരിഹാരം വേണം, അല്ലാഹുവേ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു പരിഹാരം തരുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ടെടുത്താൽ കാര്യങ്ങൾ വളരെ നമ്മുടെ നന്മക്ക് അല്ലാഹു പറയണത് നമ്മുടെ ജീവിതം എളുപ്പമാവാൻ, നിങ്ങളുടെ മനസ്സിന് ശാന്തമായി എന്ത് ചെയ്യുക, നിങ്ങളുടെ കൽബിന് വേവനാദികളില്ലാതിരിക്കാൻ, കൽബ് പടക്കാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ? അവസരം വന്നിരിക്കുകയാണ് പരിശുദ്ധമായ റമളാൻ. നമ്മുടെ ഈ റമളാൻ കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരം, അല്ലാഹുവിനുള്ള അടിമത്തം, അല്ലാഹുവിന് വേണ്ടി നമുക്ക് അല്ലാഹുവേ ഞങ്ങൾ നിന്റെ അടിമകളാണ് പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖദാഉക. അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൽബ് കൊണ്ട് മടങ്ങാൻ സാധിക്കണം. റമളാൻ എന്നത് വയറ്റിലല്ല റമളാൻ കിടക്കുന്നത്. നോമ്പ് കിടക്കുന്ന വയറിലാണോ? അല്ല. നമ്മുടെ കുടലിലാണോ? അല്ല. വായയിലാണോ? അല്ല. എവിടെയാ നോമ്പ് കിടക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? നോമ്പെടുത്തതിന്റെ അടയാളം വയറ്റിലല്ല കിടക്കുന്നത്, ശരീരം മെലിയുന്നതിലല്ല കിടക്കുന്നത്, കൽബിലാണ്. ഇവിടെയാണ് ലഅല്ലകും തത്തഖൂൻ. അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. വഅശാറ ഇലാ ഖുദ്രിഹി സലാസ. നെഞ്ചിലേക്ക് 3 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടി എന്ന ഹദീസിൽ കാണാൻ പറ്റും. നോമ്പെടുക്കുന്നത് കൽബ് നന്നാവാനാണ്. കൽബ് നന്നായിട്ടുണ്ടോ? നോമ്പെടുത്തിട്ട് കനം കുറഞ്ഞിട്ടുണ്ടോ എന്നല്ല വിഷയം. നോമ്പെടുത്തിട്ട് വയറിന്റെ അസുഖമൊക്കെ മാറി, വയറുവേദനയൊക്കെ മാറി, ഇതല്ല വിഷയം. കൽബ് നന്നായിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് മടങ്ങി എത്രയോ നിഅമത്തുകൾ അല്ലാഹു തന്നു. കൽബ് കൊണ്ട് അല്ലാഹു നന്ദി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് റമളാൻ തന്നില്ലേ മുഅ്മിനെ? റമളാൻ തന്നില്ലേ? ഈ റമളാൻ കിട്ടാതെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്? അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമുക്ക് റമളാൻ അല്ലാഹു ഒരു അവസരം കൂടി തന്നില്ലേ? 2 രാവ് 3-ാമത്തെ രാത്രിയിലാണ് കിടക്കുന്നത്. ഇനി 27 രാവുകൾ ബാക്കിയുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ച് നമുക്ക് കിട്ടിയേക്കും. അല്ലാഹു നമുക്കത് തരട്ടെ. ഈ സംഗതിന് ശുക്ർ ചെയ്ത അല്ലാഹു റബ്ബേ അൽഹംദുലില്ലാഹ്. വർഷവനെ ഈ റമളാനിന്റെ ചന്ദ്രക്കല ഞാൻ കാണുന്നുണ്ട് റബ്ബേ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹു ഹിലാല റുസ്ദിൻ വഖൈർ. പരിശുദ്ധമായ റമളാനിന്റെ ചന്ദ്രികയെ കണ്ടിട്ട്, ആ ഒരു പരിശുദ്ധമായ റമളാനിന്റെ ക്രസന്റിനെ കണ്ടിട്ട്, ഹിലാലിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ദുആ ചെയ്ത മുഅ്മിനെ ആരൊക്കെയാണ് ഈ ചന്ദ്രനെ കണ്ട, ആ മാസക്കല കണ്ട ദുആ ചെയ്തത് ആരൊക്കെ? ഒന്ന് കൈപൊക്കിയാട്ടെ. പിന്നെ ഇനിയും അവസരമുണ്ട്. ദുആ ചെയ്തോളൂ. റമളാനിന്റെ ചന്ദ്രിക ആകാശത്ത് കാണപ്പെടുന്ന സമയങ്ങളാണ് ഇപ്പോഴൊക്കെ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹുവേ ഈ മാസം പിറക്കുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഞങ്ങളുടെ ഈമാനും വർദ്ധിക്കാൻ നിമിത്തമാക്കണേ പടച്ചവനെ. വസ്സലാമത്തി വൽ ഇസ്ലാം. ഞങ്ങൾക്ക് രക്ഷ വേണം റബ്ബേ, ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം പടച്ചവനെ. ഞങ്ങൾക്ക് ഹിലാല റുസ്ദിൻ വഖൈർ. നന്മയുടെ മാസമാണിത്, വകതിരിവിന്റെ മാസമാണ്, മാർഗദർശനത്തിന്റെ മാസമാണ്. ഈ മാസത്തിൽ എനിക്ക് സത്യവഴി കാണാൻ പറ്റും പടച്ചവനെ. റബ്ബി വറബ്ബുക അല്ലാഹ്. മാസമേ നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാൻ. ഏത് മാസം കാണുമ്പോഴും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണത്. നമ്മൾ മുത്തഹായിലിങ്ങളായി ശുഭപ്രതീക്ഷയോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങിയോ? ഈ മാസം എനിക്ക് നന്മ വേണം. കഴിഞ്ഞ കാലത്ത് മുഴുവൻ സിനിമകൾ ഞാൻ നിർത്താൻ പോവാണ് പടച്ചവനെ. എന്റെ സമയം ഒരുപാട് സിനിമ കണ്ടു കഴിച്ചിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് സമയം 2-2.5-3 മണിക്കൂർ സമയമാണ്. ജീവിതത്തിൽ 100-500 സിനിമ കാണുന്ന കുട്ടികളിലെ ചെറുപ്പക്കാരില്ലേ? എത്ര സമയമാണ് കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക? എത്ര സമയമാണ് ഇതിനൊക്കെ പകരം കൊടുക്കാൻ പറ്റുമോ അല്ലാഹുവിന്റെ മുമ്പിൽ? ഇതിനൊക്കെ പകരം ചെയ്യാൻ പറ്റുമോ? 500 മണിക്കൂറൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചെലവഴിച്ചത് അല്ലാഹുവിന് വേണ്ടി 500 മണിക്കൂർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സാധിക്കണ്ടേ? പകരം കൊടുക്കണ്ടേ? തൗബ ചെയ്ത് മടങ്ങിയെങ്കിൽ അല്ലാഹു ചെയ്ത ഈ റമളാനിലേക്ക് എത്താനും ചന്ദ്രക്കല കാണാനും ഒക്കെ അവസരം തന്നെ അല്ലാഹു ശ്രദ്ധിച്ചോളൂ. ജയിലിൽ കടന്ന ഒരു മനുഷ്യൻ, ഒരു മജൂസിയായ മനുഷ്യന്റെ കൂടെ ജയിലിൽ കടന്നിട്ട്, തന്റെ ഒരുപാട് കാലം ജയിലിൽ കടന്നപ്പോ കൂട്ടുകാരൻ കത്തെഴുതിയിട്ട് പറഞ്ഞു, യാ സദീഖി, എന്റെ കൂട്ടുകാരാ, ഇസ്ബിർ, നീ ക്ഷമിച്ചോ, വഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോ സഹോദര, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. ഇസ്ബിർ, ക്ഷമിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാളെ ശിക്ഷ വിധിച്ചു. ദർബും ബിസ്സിയാസ്, ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ആ അടി കിട്ടിയിട്ട് ശരീരം മുഴുവനും മുറിവായി കിടക്കുകയാണ്. അപ്പോഴും കൂട്ടുകാരന്റെ കത്ത് വന്നു, സഹോദര ഇസ്ബിർ, ക്ഷമിച്ചോ, വഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. കത്ത് വാങ്ങിച്ചു, ക്ഷമിച്ചോ, അല്ലാഹുവിനെ സ്തുതിച്ചോ. അങ്ങനെ ജയിലിലൊക്കെ കിടക്കുമ്പോൾ മനംമാറ്റം വരുന്ന, ഒറ്റയ്ക്കിരിക്കല്ലേ, മനംമാറ്റം വരും.
കൂട്ടുകാരൊന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് വന്ന് പല പ്രവാസികളും നന്നാവാനൊരു കാരണം അതാണെന്ന്. കാരണം നാട്ടിലെ പഴയ കൂട്ടുകാരൊന്നും കൂടല്ല, ഒരുതരം ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോ ഒരുതരം മാറ്റത്തിലേക്ക് അവസരം കിട്ടുമെന്നാണ്. കൂട്ടുകാരൻ കത്ത് മടക്കി വെച്ചു. വീണ്ടും ശിക്ഷ വർദ്ധിച്ചു, ജയിലിൽ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കൂട്ടുകാരന്റെ കൂടെ ഈ ജയിലിൽ കിടക്കുന്ന കൂട്ടുകാരനെ ഒരു മജൂസിയുടെ കാലിലേക്ക് ബന്ധിച്ചു. ജയിലിൽ രണ്ടാൾക്കാരെ കൂട്ടിക്കിട്ടും, ഒരു മജൂസിയുടെ കാലിലേക്കാണ് കെട്ടിയത്. അപ്പോഴും കത്ത് വന്നു, സഹോദര ഇസ്ബിർ വഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചോ, നീ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അവനെ കത്തള് മൂലക്കിലേക്ക് എറിഞ്ഞു. തന്റെ കൂടെ കഴിയുന്ന മജൂസിക്ക് വയറിന്റെ അസുഖം വന്നു. ഇടക്കിടക്ക് ബാത്റൂം പോകണമെങ്കിൽ ഇവനും കൂടെ നടക്കണം. കാരണം കയറിൽ കെട്ടിയിരിക്കുക, ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ബാത്റൂമിലേക്ക് നിരന്തരം പോയി വരാൻ ദിവസങ്ങളായി തുടരുന്നു. അപ്പോഴും കത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ബിർ, ക്ഷമിക്ക് വഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂട്ടുകാരൻ തിരിച്ചൊരു കത്ത് തിരിച്ചയച്ചു. എന്റെ ചങ്ങാതി, കുറെ കാലായി നീ പറയുന്നത് ക്ഷമിച്ചോ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ എന്തിനാ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്? ഈ ടോയ്ലറ്റിലേക്ക് 5-6 പ്രാവശ്യം ഒരു ദിവസം മജൂസിന്റെ കൂടെ പോകുന്നതിനാണ്. കൂട്ടുകാരൻ മറുപടി എഴുതി കൊടുത്തു, ഇഹ്മദില്ല, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ മജൂസിയുടെ കഴുത്തിൽ കിടക്കുന്ന അവന്റെ മതാചാര പ്രകാരമുള്ള മാല അത് നിന്റെ കഴുത്തിലായിരുന്നുവെങ്കിൽ, ആ മജൂസിയുടെ കൽവിൽ ദീനല്ല ഇസ്ലാമല്ല ഉള്ളത്, അള്ളാഹു നിനക്ക് ഇസ്ലാം തന്നില്ലേ? ആ മജൂസിയുടെ മതം നിന്റെ മതവും ആ മജൂസിയുടെ കഴുത്തിലെ മാല നിന്റെ കഴുത്തിലുമാണെങ്കിൽ നീ നരകത്തിലേക്കല്ലേ പോകുന്നത്? നീ ജയിലിലാണ്, പക്ഷെ അള്ളാഹു നിനക്ക് ഇസ്ലാം തന്നിട്ടില്ലേ? നിനക്ക് ഈമാൻ തന്നില്ലേ? നീ ആ മജൂസിയെ പോലെ ആയിട്ടില്ലല്ലോ. ഇസ്ബിർ, ക്ഷമിക്കൂ, വഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചോ. എന്റെ മുഅ്മിനെ, നമ്മളൊക്കെ എത്ര നിഅമത്തിന്റെ ഇടയിലാണ്, നിഅമത്തുൽ ഇസ്ലാം. മുസ്ലിമാവാനുള്ള ഭാഗ്യം കിട്ടിയത് ചില്ലറയാണോ? ഈ റമദാൻ കിട്ടിയത് ചില്ലറ ലാഭമാണോ? അള്ളാഹുവിനോട് ചോദിക്കിൻ. ഈ കിട്ടിയ അവസരം ഖൽബ് ശുദ്ധിയാക്കാൻ ഞാൻ ഉപയോഗിക്കുമോ ഇല്ലയോ? ഖൽബ് ശുദ്ധിയാക്കുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ നന്നാവാൻ വേണ്ടി. എവിടെയാണ് തത്തഖൂ എന്ന് പറഞ്ഞത്? അൽ ഖൽബ്, ഹൃദയത്തിലാണ് ഈമാൻ കിടക്കുന്നത്. ഖൽബിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ? അള്ളാഹു നോക്കുന്ന അവിടേക്കാണ്. ജനങ്ങൾ നോക്കുന്ന നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കാണ്, പക്ഷെ അള്ളാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. നമ്മുടെ ഖൽബ് നന്നാക്കിയിട്ടുള്ള മുഅ്മിനെ ഈ റമദാനിൽ നമുക്ക് നന്നാക്കി, ഈ രാത്രി കൊണ്ട് നന്നാക്കണം. വളരെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. നമുക്കത് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് ചെയ്തിട്ട് പുറത്തിറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.